പറഞ്ഞോ. വൃത്തത്തിന്റെ അകത്തൊരു വൃത്തം മൊത്തത്തിൽ 360 ഡിഗ്രിയാണുള്ളത്. ആ കേന്ദ്രഭാഗത്ത് നിന്ന് വൃത്തത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്നതിനെ ആരം എന്ന് വിളിക്കുന്നു. ആ ആർ എന്ന അക്ഷരം വെച്ചിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. വൃത്തത്തിലെ ഏതെങ്കിലും 2 പോയിന്റുകൾ കൂട്ടി യോജിപ്പിക്കുന്നതിനെ ഞാനെന്ന് വിളിക്കുന്നു. ആ പിന്നെ ഒരു വൃത്തത്തിനകത്ത് എത്ര വേണമെങ്കിലും ആരം വരയ്ക്കാം. ഓ അതിന്റെ നീളമൊക്കെ തുല്യമായിരിക്കും. ആ പിന്നെ പറഞ്ഞത് ഓ ഓ ഇതെന്തോ ഈ സംഭവം? വ്യാസം അത് പറഞ്ഞത്. വ്യാസത്തിന്റെ പ്രത്യേകതകൾ പറ. വ്യാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൃത്തത്തിന് 2 ആരങ്ങൾ ചേർന്നതാണ് വ്യാസം. ആ പിന്നെ വൃത്തത്തിന്റെ കേന്ദ്രഭാഗത്ത് കൂടെ കടന്നു പോകുന്ന നേർരേഖയാണ് വ്യാസം. അപ്പോൾ എനിക്കൊരു സംശയം, 2 ആരങ്ങൾ കൂടിച്ചേർന്നാൽ വ്യാസമാകുമോ? ആ അങ്ങനെയാണെങ്കിൽ ഞാൻ 2 ആരം വരയ്ക്കാം. ആ ഇതൊരാരം, ആ ഇത് വേറൊരാരം, ശരിയല്ലേ? ആ ഇതിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ വെച്ച് അത് കൂട്ടിമുട്ടുന്നുണ്ട്. ആ അങ്ങനെയാണെങ്കിൽ ഇതിനെ വ്യാസം എന്ന് വിളിക്കുമോ? ഇല്ല, നേർരേഖ അല്ലാത്തതുകൊണ്ട് വ്യാസം. നേർരേഖയല്ല. അപ്പോൾ ആ 2 ആരങ്ങൾ നേർരേഖയിൽ വന്നാൽ, അല്ലയോ? നേർരേഖയിൽ കൂടിച്ചേരുമ്പോൾ, ആ കൂടിച്ചേർന്ന് ഒരു നേർരേഖയാകുമ്പോൾ എന്നൊക്കെ രീതിയിൽ. ഓ ശരി, അപ്പോൾ അത് മനസ്സിലായി. പിന്നെ ഒരു വൃത്തം, അതിൻ്റെ അകത്തൊരു കേന്ദ്രഭാഗം, ഓ വൃത്തത്തിലെ 2 പോയിന്റുകൾ കൂട്ടി യോജിച്ചത് ഞാനെന്ന് പറയുന്നു. അതിൽ നിന്ന് വൃത്തകേന്ദ്രത്തിലേക്ക് വരയ്ക്കുന്ന ഒരു ത്രികോണം. ഓ ഇങ്ങനെ വരയ്ക്കണം. ആ വീണ്ടും ആ പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കുന്നു. പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും. അതിന്റെ നേരെ പകുതിയായിരിക്കും മുകളിൽ കിടക്കുന്ന ത്രികോണം. ഏതിന്റെ നേരെ? ഇതിന്റെയോ? താഴത്തിന്റെ നേരെ പകുതിയായിരിക്കും, 2-ന്റെയും. ഓ ഇതിന്റെ നേരെ പകുതിയാണ് ഈ കിടക്കുന്നത്. ആ ഇവിടെ ഒരു 100 ഡിഗ്രി ആണെങ്കിൽ അവിടെ 50 ഡിഗ്രി. 50. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? വൃത്തത്തില് ഒരു പോയിന്റ്, വൃത്തത്തിലൂടെ 4 കേൾക്കാൻ വയ്യ. ചതുർഭുജം. ചതുർഭുജം എന്ന് വെച്ചാൽ എന്തുവാ? 4 വശങ്ങളും 4 വശങ്ങളും 4 കോണുകൾ. പിന്നെ 4 വശങ്ങളായി 4 കോണുകളായി, പിന്നെ 4 മൂലകൾ എന്നൊക്കെ ചേർന്നതാണ് ചതുർഭുജം. 4 മൂലകൾ ചതുർഭുജം. ഇത് എന്ത് ചെയ്യണം? വൃത്തത്തിന്റെ അകത്ത് വരയ്ക്കണം. വരച്ചു. മൂലകള് അടയാളപ്പെടുത്തിയിട്ട് ചതുർഭുജത്തിന്റെ വശങ്ങളിലൂടെ, കോണുകളിലൂടെ ഒരു വൃത്തം കടന്നു പോകുന്നുണ്ട്. ചതുർഭുജത്തിന്റെ കോണം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണോ? ഇത് മൂലകള്. മൂലകൾ എന്ന് പറയുമ്പോ ഇതാ. മൂലകളിലൂടെ ഒരു വൃത്തം കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ചക്രീയ ചതുർഭുജം എന്ന് പറയുന്നു. ചക്രീയ ചതുർഭുജം. ഈ ചക്രീയ കൊണ്ട് ഉദ്ദേശിച്ചത് എന്തുവാ? ചക്രീയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചക്രീയ എന്ന് പറഞ്ഞാൽ ഒരു ചതുർഭുജത്തിന്റെ 4 മൂലകളും ഒരു വൃത്തത്തിലുള്ള പോയിന്റ് ആണെങ്കിൽ അത്തരം ചതുർഭുജത്തിനെ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കും. ഒരു വൃത്തത്തിലുള്ള 4 പോയിന്റ് ആണല്ലോ ഇത്. ഒന്നെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ ചതുർഭുജത്തിന്റെ 4 മൂലകളിൽ കൂടിയും ഒരു വൃത്തം കടന്നു പോവുകയാണെങ്കിൽ അത്തരം ചതുർഭുജത്തിനെ ചക്രീയ ചതുർഭുജം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറഞ്ഞതേ ഉള്ളത് കേട്ടോ. പിന്നെ
ഏർ പിന്നെ പറഞ്ഞത് ഈ ചതുർഭുജം മൊത്തം 180 ഡിഗ്രിയാണ്. ഓ, ഈ ചതുർഭുജം മൊത്തം കൂട്ടിയാൽ 180? അല്ല, 360 ഡിഗ്രി. 360 ഡിഗ്രി. ആ, ഇതിന്റെ പിന്നെ പ്രത്യേകത എന്തുവാ? ഏ രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 180 കിട്ടണം. ഏത് രണ്ടും കൂടെ? എതിർകോണുകള്. ഓ, അപ്പൊ ഇതിന്റെ എതിർകോണം ഏതാ? താഴെയായിട്ട് ഇവിടെ വരും അല്ലേ? അപ്പൊ ഇത് അത് തമ്മിൽ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. 180 കിട്ടണം. പിന്നെ പറഞ്ഞത് ഒരു വൃത്തം. വൃത്തം. ആ, ആ വൃത്തത്തിന്റെ കേന്ദ്രഭാഗം, ആ, പിന്നെ വ്യാസം. വ്യാസത്തിൽ നിന്ന് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഇതാക്കി വരയ്ക്കുന്ന. വ്യാസത്തിൽ നിന്ന് വൃത്തത്തിൽ ഏതെങ്കിലും പോയിന്റ്. ത്രികോണായിട്ട് വരച്ചിട്ട് 90 ഡിഗ്രി. നല്ലോണം പറ. ഇങ്ങനെ ഒരു വൃത്തം വരച്ചു, അതിനകത്തൊരു വ്യാസവും ഞാനിങ്ങനെ വരച്ചു വെച്ചു. ഇനി എന്ത് ചെയ്യണം? ഇനി ആ വൃത്തത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന. ഇതൊന്നും പുറത്തൊന്നും പോയില്ലല്ലോ. വ്യാസം വരെ വരച്ചു. ഇനി എന്തു പറയണം? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലേ? വൃത്തത്തിന് രണ്ടറ്റമുണ്ട്. വൃത്തത്തിൻ്റെ വ്യാസത്തിന് രണ്ടറ്റമുണ്ട്. വ്യാസത്തിൻ്റെ ഒരറ്റത്ത് നിന്നും വരച്ച് 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 സർക്കിളിലുള്ള ഒരു പോയിന്റ് ചെന്ന് മുട്ടുന്നു. ആ പോയിന്റിൽ നിന്ന് പിന്നെ അടുത്ത വ്യാസത്തിൻ്റെ തന്നെ മറ്റേ അറ്റത്തേക്ക് മുട്ടിക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടാകും? ത്രികോണം ഉണ്ടാകും. ആ ത്രികോണത്തിൻ്റെ കോണളവ് എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. അതേപോലെ പറ ബാക്കി. പോയോ? ഇല്ല, വൃത്തത്തിൻ്റെ അല്ല, വ്യാസത്തിൻ്റെ ഒരറ്റത്ത് നിന്നും വൃത്തത്തിന് വെളിയിലുള്ള ഒരു പോയിന്റിലേക്ക് ചെന്ന് മുട്ടി. ആ പോയിന്റിൽ നിന്നും വ്യാസത്തിൻ്റെ മറ്റേ അറ്റത്തേക്ക് മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ത്രികോണത്തിൻ്റെ കോണളവ് 90 ഡിഗ്രിയിൽ കൂടുതലാണോ കുറവാണോ? കുറവായിരിക്കും. അതേപോലെ പറ. വ്യാസത്തിന്റെ ഒരു പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് വരയ്ക്കണം. മുട്ടിക്കണ്ട. വൃത്തത്തിനകത്തെന്ന് പറയണം. വൃത്തത്തിന്റെ വൃത്തത്തിന്റെ അകത്തുള്ള ഒരു പോയിന്റിൽ പോയി മുട്ടി അത് തിരിച്ച് തെറ്റിക്കോട്ടെ. വ്യാസത്തിൽ വന്ന് വ്യാസത്തിന്റെ മറ്റേ അറ്റത്ത് വരും. അറ്റത്ത് വന്നെത്തി മുട്ടുന്നത് 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. അന്നേരം ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഓ ശരി. പിന്നെ പറഞ്ഞത് ഒരു വൃത്തം. ആ വൃത്തത്തിന്റെ അകത്ത് വ്യാസം പിന്നെ വ്യാസത്തിന് എതിരായി കിടക്കുന്ന ഒരു നേർരേഖ. വ്യാസത്തിനെതിരായോ? കൂടെ അല്ലാണ്ട്. എവിടെയാ? കേന്ദ്രഭാഗത്ത് കൂടി അല്ലാണ്ട് കടന്നു പോകുന്ന വേറൊരു ലൈൻ വരയ്ക്കണം. വരച്ചു. ആദ്യത്തേല് N1 എന്ന് കൊടുക്കാം. N1 ഏത്? മുകളിലുള്ള ഇതാണോ? അതിന് മുകളിലുള്ള ഇതോ? അതല്ല, അവിടെ. ഇവിടുന്ന് ഇങ്ങനെയോ? N1. അത് തന്നെയല്ലേ ഞാൻ താഴെയും വരച്ചത്. ഇതിങ്ങനെ വരച്ചാൽ അതിൻ്റെ മീനിങ് ഈ ഭാഗം തൊട്ട് ഈ ഭാഗം വരെയുള്ള നീളം എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതിപ്പോൾ മുകളിൽ വരച്ചാലും താഴെ വരച്ചാലും നീളം മാറുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടം തൊട്ട് ഇങ്ങനെ
ഒരു ബ്രാക്കറ്റ് പോലെ വരച്ചെന്നേ ഉള്ളൂ അത്. ആ അതിനെ അങ്ങനെ മനസ്സിലാക്കാവുള്ളൂ കേട്ടോ, അല്ലാതെ മോളി വരച്ചാലേ നീളം എഴുതാൻ പറ്റത്തുള്ളൂ അങ്ങനൊന്നും വിചാരിക്കരുത്. ഒരു വരയും നമ്മളിങ്ങനെ വരച്ചു, എന്നിട്ട് നമ്മൾ കണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതിങ്ങനെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ, അതായത് ഇവിടം മുതൽ ഇവിടം വരെ എത്ര ലെങ്ത് ഉണ്ടെന്ന് കാണിക്കാനാണ് ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയത്. കണ്ടോ? എന്നിട്ട് ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയാൽ ഇതിൻ്റെ നീളം 5 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കണം. അപ്പം മോളി ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നതിന് തുല്യം തന്നെയാണ് താഴെ പോയി ഇങ്ങനെ വരയ്ക്കുന്നത്. തമ്മിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് L1 എന്ന് ഞാൻ എഴുതണം. എഴുതി. N1 ഓ ശരി, N1. എന്തോ N കൊണ്ട് ഉദ്ദേശിച്ചേ? ഓ നീളം അത് മലയാളത്തിലല്ലേ നീളം ഒന്ന് ഇങ്ങനെ എഴുതുന്നേ? ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ലെങ്ത് എന്നല്ലേ? അപ്പോൾ ഈ N എവിടെ നിന്ന് വന്ന്? ഈ നീളത്തിനെ ഇങ്ങനെ എഴുതുമ്പോഴാണോ നീളം? അത് ആ N ആണോ എടുത്തേ? അല്ല, പിന്നെ എങ്ങനെ N1 എടുത്തേ? ഈ നീളത്തിന് എന്നെന്ന് എടുത്തതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ഇനി പറയാം. നീളത്തിനെ നമുക്ക് ലെങ്ത് എല്ലെന്ന് വേണേ വിളിക്കാം കേട്ടോ. എല്ലെന്ന് പറയുന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. അതായത് ലെങ്തിൻ്റെ എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൽ നിന്ന് നമ്മൾ എടുത്തുകൊണ്ട് വെച്ച് ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നീളത്തിന് എന്നെന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഉദ്ദേശം പറയണം. ഇനി അതല്ലാതെ നീളത്തിന് നമുക്ക് A മുതൽ Z വരെയുള്ള ഏത് അക്ഷരം വേണേലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറയണമെന്ന്, ഞാൻ നീളത്തിന് ഉപയോഗിക്കുന്ന അക്ഷരം N എന്നാണെന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നീളത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നിന്ന് ഞാൻ എടുക്കുന്ന ലെറ്റർ N ആണ് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. അതേസമയം നീളത്തിന് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചാണ് N പറഞ്ഞെങ്കിൽ അതെന്താണെന്ന് പറയാൻ പറ്റണം കേട്ടോ. മനസ്സിലായോ? നമുക്കിപ്പോൾ നീളത്തിന് N1 എന്ന് എഴുതാം, A1 എന്ന് എഴുതാം, B1 എന്ന് എഴുതാം, C1 എന്ന് എഴുതാം, അങ്ങനെ Z1 വരെ ഏത് വേണേലും എഴുതാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ N1 എന്ന് പറഞ്ഞത് വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചാണെങ്കിൽ അതിലകത്ത് ഈ പറയുന്ന നീളത്തിന് ഈ മലയാളത്തിൽ നീളമെന്ന് എഴുതിയാൽ N കൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റത്തുള്ളൂ. അതല്ല എങ്കിൽ നീളത്തിൻ്റെ ഇംഗ്ലീഷ് വാക്ക് ലെങ്ത് എന്നാണ്, അപ്പോൾ L ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കിവിടെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് L1 ആണോ എന്ന്. മനസ്സിലായില്ലേ? ഇത് L1. അപ്പോൾ അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളം L1 എന്നെടുക്കും, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളത്തിനെ L2 എന്നെടുക്കും, ഇതുവരെയുള്ള നീളത്തിനെ L3 എന്നെടുക്കും, ഇതുവരെയുള്ള നീളത്തിനെ L4 എന്നും എടുക്കും. കണ്ടോ? അങ്ങനെ L വെച്ച് പറഞ്ഞാൽ അതിൻ്റെ നീളത്തിൻ്റെ ഇംഗ്ലീഷ് ലെങ്ത് എന്നായതുകൊണ്ട് L എന്ന് റെപ്രസെൻ്റ് ചെയ്തെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതല്ല, Lന് പകരം എനിക്ക് A1, A2, A3, A4 എന്നൊക്കെ കൊടുക്കാനും പറ്റും, അത് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ അന്നേരം അവിടെ പറയേണ്ട, ഞാൻ നീളത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെറ്റർ A ആണ്, അതുകൊണ്ടാണ് ഞാനിവിടെ A1, A2 എന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. അല്ലാതെ വെറുതെ നമ്മൾ N എടുത്തു എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നീളത്തിന് N എടുത്തത് എന്തെങ്കിലും ഉദ്ദേശിച്ചാണെങ്കിൽ ആ ഉദ്ദേശം ഞാൻ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ആണെങ്കിൽ അത് നോക്കണം. പിടികിട്ടിയാ? ശരി. അപ്പോൾ ഓക്കെ, ഇങ്ങനെ എഴുതി. ഇവിടെ ഇത്രയുള്ള നീളം A1, ഇതുള്ളത് A2, ഇത് A4, ഇത് A3. ഇങ്ങനെ എഴുതിയാൽ എന്താണ്? A1ഉം A2ഉം ഇൻറ്റു ചെയ്യുന്നതിന്റെ തുല്യമാണ് A3യും അല്ല L3യും L4 ഇൻറ്റു ചെയ്യുന്നത്. അല്ലേ ഉദ്ദേശിച്ചേ? ഓക്കെ. പിന്നെ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ രണ്ട് ലൈൻ ക്രോസ് ചെയ്താൽ
ഇതാണ് ഞാൻ ശരിക്കും ഇങ്ങനെ ഇത് വെച്ചിട്ട് പറഞ്ഞത് ആ കേട്ടോ. ആ അതേസമയം ഇവിടെ പറഞ്ഞത് കുറച്ചും എന്താണ് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടുന്ന് ഇങ്ങനെ മുറിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ ആ ഇവിടെ 90 ഡിഗ്രി അല്ല എങ്കിൽ പിടിയോ, ആ 90 ഡിഗ്രി അല്ലാത്ത എല്ലാ കേസുകളും ഇതേപോലെ ചെയ്യാം. ആ പിടിയോ എന്ന് വെച്ചാൽ ഒരു സർക്കിളിനകത്ത് എന്തോ എന്നോടാണോ, ഹലോ ഒരു സർക്കിളിനകത്ത് ഇങ്ങനെ 2 വരകൾ വരച്ചാൽ ഈ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രി അല്ലാത്ത എല്ലാ കണക്കും ഈ രീതിയിൽ ചെയ്യാം. പിടിയോ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു സർക്കിളിനകത്ത് ഇങ്ങനെ 2 ലൈൻ കൂട്ടിമുട്ടിയാൽ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ, അതിനകത്ത് ഒരു ലൈൻ വ്യാസവും കേട്ടോ, അതിനകത്ത് കണ്ടീഷനുണ്ട്, ഒരു ലൈൻ വ്യാസവും ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയും അല്ലാത്ത എല്ലാ കേസുകളിലും ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. 90 ഡിഗ്രി ആയാലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ല എല്ലാം കൂടെ ഒരുമിച്ച് പിടിച്ചു. ഇങ്ങനെ 2 ലൈൻ ക്രോസ് ചെയ്ത് വരച്ചാൽ അത് വ്യാസമായിക്കോട്ടെ എന്തായിക്കോട്ടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി കേട്ടോ. കണക്ക് ചെയ്യുന്ന സമയത്തൊക്കെ അതെന്താ വ്യത്യാസം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ചിലപ്പം ഇഷ്ടംപോലെ പഠിക്കുന്ന പോലെ ആയിപ്പോൾ കേട്ടോ. ഇങ്ങനെ ഒരു സർക്കിൾ തന്നിട്ട് ഇങ്ങനെ എങ്ങനെ വേണേലും 2 ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയാൽ ഈ രീതിയിൽ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അറിയാലോ ആ നീളമൊക്കെ എടുക്കാൻ. അതായത് ഈ നീളം ഇൻറ്റു ഈ നീളം കേട്ടോ, തമ്മിൽ ഗുണിക്കുന്നതിന് തുല്യമാണ് ഈ നീളവും ഗുണിക്കുന്നത്. പിടിയിട്ടാ? ഓക്കെ. പിന്നെന്ത് വരുന്ന ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ. അപ്പോൾ നാളെ മുതൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം വൃത്തത്തിനകത്ത്. അപ്പോൾ ഇന്ന് ഞാൻ മറ്റേ നമ്മുടെ പഴയ ആദ്യത്തെ പാഠം ഉണ്ടല്ലോ, സമാന്തര ശ്രേണി, അതിനകത്തതും കൂടെ പറയാം. x1 x2 x3 എന്ന് പറഞ്ഞാൽ ഒരു ശ്രേണിയിലെ പദങ്ങളാണ് കേട്ടോ. പദങ്ങൾ എന്താണ്? x1 x2 x3 എന്നൊക്കെ പറഞ്ഞാൽ ഇത് 1-ാം പദം, ഇത് 2-ാം പദം, ഇത് 3-ാം പദം എന്നേ അർത്ഥമാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പദത്തിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം x ആണ് അല്ലേ? അതിൻ്റെ താഴെ വലത് സൈഡിൽ കാണപ്പെടുന്ന ഈ നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഇത് x എന്ന് പറഞ്ഞാൽ പദമാണെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു നമ്പർ എഴുതി കഴിഞ്ഞാൽ ആ നമ്പറിലെ പദമാണെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ആ പദത്തിൻ്റെ സ്ഥാനം ഇതാണെന്ന് മനസ്സിലാവും. ഇവിടെ ഞാൻ 10 എന്ന് എഴുതിയാൽ ഈ നമ്പറിൻ്റെ സ്ഥാനം എത്രയാണ്? 10-ാം സ്ഥാനമാണ് കേട്ടോ. ആ ശ്രേണിയിലെ 10-ാം സ്ഥാനത്ത് കിടക്കുന്ന നമ്പറാണെന്നാണ് അർത്ഥം. ഇത് 1-ാം സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ, അതിൻ്റെ റീസൺ ഇവിടെ 1 എഴുതി. ഇത് 2-ാം സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ, അതിൻ്റെ റീസൺ ഇവിടെ 2 എഴുതി. ഇത് 3-ാം സ്ഥാനത്ത് കിടക്കുന്ന നമ്പർ, അതിൻ്റെ സ്ഥാനം 3 മനസ്സിലായി. പിടിയോ? ഇതാണ് സമാന്തര ശ്രേണി. ഇനി ഇതിനെ സമാന്തര ശ്രേണി എന്ന് വിളിക്കണമെങ്കിൽ ഒരു പൊതു സംഖ്യ കൊണ്ട്, ആ സംഖ്യ d എന്നാണ് നമ്മൾ വിഭജിപ്പിക്കുന്നത് കണ്ടോ, ഒരു പൊതുസംഖ്യ കൊണ്ട് ഇങ്ങനെ കൂടി കൂടി പോകണം. പിടിയോ? അതായത് ഇപ്പോൾ 5 എഴുതി, അതിൻ്റെ കൂടെ 10 എഴുതി, പിന്നെ 15 എഴുതി, പിന്നെ 20 എഴുതി, പിന്നെ അടുത്ത സംഖ്യ നമുക്ക് പറയാനൊക്കെ ഏതാ? 25 എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എല്ലാം എത്ര വീതം കൂടി കൂടി പോയി? 5 വീതം കൂടി കൂടി പോയി. അപ്പോൾ നമ്മൾ പറയും സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം എന്ന് പറയും. എന്താണ് സമാന്തര ശ്രേണിയിലെ പൊതുവ്യത്യാസം? പിടിയോ? ഓക്കെ.
അപ്പം അത്രയും മനസ്സിലാക്കി വെക്കുക. ബാക്കി നമുക്ക് വഴിയെ എടുക്കാം. ആ ഓക്കെ.